ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റത്തെ ഇൻഫോ നമ്മൾ IPL ടീമായുള്ള ഗുജറാത്ത് ടൈറ്റൻസും BGMAയും തമ്മിലൊരു കൊളാബ് നടക്കാനിരിക്കുകയാണ്. ഗുജറാത്ത് ടൈഗേഴ്സ് അവരുടെ ട്വിറ്ററിലൂടെയാണ് ഇതിന്റെ ഹിന്റും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഉടനെ തന്നെ ആ ഒരു കൊളാബും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന കുറച്ച് ലൈനപ്പ് ചേഞ്ചുകൾ തന്നെയാണ്. ഫസ്റ്റ് തന്നെ ടീം ജെല്ലി എന്ന് പറഞ്ഞിട്ട് ജെല്ലിയുടെ ഒരു പുതിയ ടീം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്പോർട്സ് ക്ലബിന്റെ ഇവന്റ് ഇന്നലെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. THWയിലെ അതേ പ്ലേയേഴ്സ് തന്നെയാണ് ടീം ജെല്ലിയുടെ കൂടെ ഇപ്പോൾ കളിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയായിട്ട് ഈ ഒരു ടീം മുന്നോട്ട് പോകുന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ടീമുകൾ ഇപ്പോൾ സ്ട്രിംസ് കളിക്കുന്നുണ്ട്. നമ്മളുടെ അതിൽ ഒമേഗയുടെ ടീമിന്റെ ഒപ്പം കളിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ സ്ലഗ് അതേപോലെ ഫ്ലോക്ക് തുടങ്ങിയിട്ടുള്ളവരാണ് ഒമേഗയുടെ കൂടെ കളിക്കുന്നത്. അതുപോലെ തന്നെ സ്കൗട്ട്, സെൻസെ, സാഫും FSC സ്പോർട്സിലെ ട്രേസ് ഗോഡും ഒരു ടീമായിട്ട് കളിക്കുന്നുണ്ട്. ഇത് റെവനന്റിലേക്ക് ജോയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അനൗൺസ്മെന്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ലൈനപ്പ് ചേഞ്ചുകളാണ് ഇപ്പോൾ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയൊരു വലിയൊരു ഇവന്റ് വരാനിരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു ലൈനപ്പ് ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അനൗൺസ്മെന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഗോളിലേക്ക് വീണ്ടും ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുകയാണ്. CODMന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് US വെച്ച് നടക്കുന്നുണ്ട്. ഗോളിലേക്കും വൈറ്റാലിറ്റിയുമാണ് ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഈ ഒരു ഇവന്റ് കളിക്കുന്നതിൽ. നമ്മുടെ വൈറ്റാലിറ്റി എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഗോളിലേക്ക് ഇപ്പോഴും ഇതിന്റെ പ്ലേ ഓഫ്സ് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ റണ്ണറപ്പ് ആയിരുന്നു നമ്മളെ ഗോളിലേക്ക്. ഇത്തവണ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് അവർ നേടും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദി സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത 10 ലക്ഷം രൂപയുടെ BGMA ടൂർണമെന്റ് ക്ലോസ്ഡ് ക്വാളിഫയേഴ്സിന്റെ ഗ്രൂപ്പ് C മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. കാർണിവൽ ഗെയിമിങ്ങിന്റെ ഒരു ഡോമിനേഷനാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 6 മാച്ചുകളിൽ 68 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് റെക്കനിങ് എത്തി 62 പോയിന്റ്. തേർഡ് ഗുജറാത്ത് ടൈഗേഴ്സ് എത്തി 54 പോയിന്റുമായിട്ട്. ഇതിൽ നിന്നും ടോപ്പ് 8 ടീംസുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയത്. ബാക്കി ടീമുകളൊക്കെ പുറത്തായിരുന്നത്. നമ്മുടെ മല്ലു ഓർഗായുള്ള സൈ സ്പോർട്സും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തുടക്കത്തിൽ കാഴ്ചവെച്ച ഒരു ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഇതിൽ ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അവരും പുറത്തായിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പായുള്ള ഗ്രൂപ്പ് ഡിയുടെ മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ടോപ്പ് ടീമുകളായുള്ള ഗോളിലേക്ക്, സില്ലി, വസിഷ്ഠ, ഗോഡ്സ്ട്രെയിനും VXT തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഇതിൽ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് കാണണമെങ്കിൽ ദ സ്പോർട്സ് ക്ലബിന്റെ യൂട്യൂബ് ചാനൽ വൈകുന്നേരം ചെക്കൗട്ട് ചെയ്താൽ മതി. മാച്ചുകൾ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സ്കൗട്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൗട്ട് ആൻഡ് SA2L തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിന്റെ അനൗൺസ്മെന്റുകൾ നമുക്ക് സ്കൗട്ട് ലൈവിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ സ്കൗട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ സ്കൗട്ട് SA2L സ്പോർട്സ് നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒരുപാട് വർഷമായിട്ട് SA2Lന്റെ ഭാഗമായിരുന്നു സ്കൗട്ട്. ആൻഡ് ഫൈനലി ആ ഒരു എൻഡ് ഓഫ് എറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഇമോഷണൽ മൂമെന്റ് ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം സ്കൗട്ട് TXന്റെ ഓണറാണ്. ഒരു ഓർഗിൽ ഒരു ടീം അല്ലെങ്കിൽ ഒരു ടീമിന്റെ പേരിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഓർഗിന്റെ പേരിൽ ഒരു ടീം മാത്രമേ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതുവരെ SA2Lന്റെ അണ്ടറിൽ നിന്നിട്ടായിരുന്നു ടീം എക്സ്പാർക്കിനെ സ്കൗട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ സ്കൗട്ട് നല്ല റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ലക്ഷത്തിന് മുകളിലായിരുന്നു ഈ ഒരു ലൈനപ്പിൽ മന്ത്ലി ടീമിന് ചെലവ് വന്നിട്ടുണ്ടായിരുന്നു. സ്കൗട്ട് ഒറ്റയ്ക്കായിരുന്നു അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കൂടുതലായിട്ട് സ്പോൺസേഴ്സിനെ കാര്യങ്ങളൊക്കെ തപ്പി നടക്കായിരുന്നു. ഇപ്പോഴാണ് റവനന്റ് സ്പോർട്സിന്റെ ഓണേഴ്സിന്റെ വക ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ടീം നമ്മളെ സ്കൗട്ടിന് കിട്ടുകയും ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ വരെ ടീമിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു സപ്പോർട്ട് റവനന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടി. ആ ഒരു റീസൺ കൊണ്ടാണ് SA2L നിന്നും ഇപ്പോൾ ലീവ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി സ്വന്തമായിട്ടൊരു വലിയൊരു ലെവലിൽ ടീം എക്സ്പാർക്കിനെ ബിൽഡ് ചെയ്യാനാണ് നമ്മളെ സ്കൗട്ട് ശ്രമിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ വരെ അച്ചീവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് എക്സ്പാർക്കിനെ വലിയൊരു ലെവലിലേക്കുള്ള ഒരു ഓർഗിലേക്ക് ആക്കാനാണ് നമ്മളെ സ്കൗട്ട് ട്രൈ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് SA2L നിന്നും സ്കൗട്ട് ഇറങ്ങിയത്. നിങ്ങൾക്കറിയാം സ്കൗട്ട് SA2Lന്റെ ജസ്റ്റ് ഒരു ക്രിയേറ്റർ എന്നുള്ള ആ ഒരു ഇതായിരുന്നു. കാരണം തഗ്, മോട്ടലും ഗോൾഡി ബായ് ആയിരുന്നു അതിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നും ഇറങ്ങിയിട്ട് ഫുള്ളി ടീം എക്സ്പാർക്കിന്റെ ഒരു ഫൗണ്ടർ എന്ന രീതിയിലേക്ക് വലിയൊരു ലെവലിലേക്ക് വളരാനാണ് നമ്മൾ സ്കൗട്ട് ശ്രമിക്കുന്നത്. ആൻഡ് എക്സ്പാർക്ക് വേഴ്സസ് റവനന്റിന്റെ ഒരു കൊളാബും അനൗൺസ്മെന്റും നമുക്ക് ഉടനെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത് ഇന്നലത്തെ ആ ഒരു ലൈവിൽ ഭയങ്കര ഒരു ഇമോഷണൽ ഇതായിരുന്നു. കാരണം ഫാൻസും ഭയങ്കര വർഷങ്ങളായിട്ട് സ്കൗട്ടിനെ SA2L ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. SA2L ആയിരുന്നു സ്കൗട്ടും വർഷങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഇമോഷണൽ മൂമെന്റ് ആണ്. പക്ഷെ ഞാൻ
പറയാറുണ്ട് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് വെറും ഇമോഷണലായി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതൊരു ബിസിനസ് ലെവലാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ഇമോഷണലായി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കരിയർ തീർന്നു പോകുന്നല്ലാതെ വളരണമെങ്കിൽ ആ ഒരു ഡിസിഷൻസ് നമ്മൾ കറക്റ്റ് ടൈമിൽ എടുത്തേ പറ്റുള്ളൂ. ആ ഒരു ഡിസിഷനാണ് ഇപ്പോൾ സ്കൗട്ടും എടുത്തിട്ടുള്ളത്. അതിന് ടീം എക്സ്പാർക്ക് ഏതൊക്കെ ലെവലിൽ വളരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ നമ്മളെ ടീം എക്സ്പാർക്ക് പോകുമെന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.